പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും 2 ടീസ്പൂൺ തന്നെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കുക. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞ തീയിൽ വെച്ച് ചെയ്തെടുക്കുക, കരിഞ്ഞു പോവാതെ. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണ് ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക്. എരിവ് ഇച്ചിരി കൂടെ വേണമെന്നുള്ളവർക്ക് ഒരെണ്ണം കൂടെ ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ച് ചെയ്യുക, ഒരുപാട് കൂട്ടി വെക്കരുത്, എല്ലാം കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 6 ചുമന്നുള്ളി, ചെറിയ ഉള്ളി ഞാനിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ല അല്ലെങ്കിൽ ചുവന്നുള്ളി ഇല്ല എന്നുള്ളവർക്ക് സവാള ആയാലും മതി കേട്ടോ. അപ്പോൾ സവാളയെക്കാളും ചെറിയ ഉള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ക്യാരറ്റ്, അത് ഞാൻ കൊത്തി അരിഞ്ഞാൽ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 തണ്ട് കറി ലീഫ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. ഒരുപാട് വഴന്നൊന്നും പോകണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പക്ഷേ മല്ലിയിലൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല മണവും നല്ല സ്വാദുമാണ്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്നു പോകണ്ട, ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഞാനിതാ ഈ കപ്പിൽ 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ഫ്ലെയിം കുറച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് നല്ലപോലെ വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഗോതമ്പ് മാവ് മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരത്തില്ല. ആ സമയം വരെ നമുക്കിത് വറുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞ് വേറൊരു ടേസ്റ്റിലോട്ട് പോകും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ഗോതമ്പൊടി നല്ലപോലെ മൂപ്പിച്ച് ഒരു 5-6 മിനിറ്റ് ഞാൻ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, ഗോതമ്പ് മൂത്ത് വരുന്നതിൻ്റെ ആ മണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതിൽ തന്നെ വെച്ചിരുന്നാൽ വീണ്ടും കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് തണുക്കട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി ഇല്ലാത്ത തൈരെടുക്കുക. ഇനി രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക. ഞാനിപ്പോൾ അതേ കപ്പിൽ തന്നെ ഏകദേശം 2 കപ്പ് വെള്ളം എനിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പൊടിയും ആ മൂപ്പ് ഉണ്ടല്ലോ, എത്രത്തോളം വറുത്തെടുക്കുന്നോ അതിനനുസരിച്ച് ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് ഏറെയാവും. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനത് ഇഡ്ഡലി മാവ് പരുവത്തിലൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ മാവ് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉടനെ ഇത് തയ്യാറാക്കി എടുക്കുമല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം തന്നെ നമുക്കിത് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ മാവ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ എണ്ണ നല്ലപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്പോഞ്ച് ഉണക്കായിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം. അതുപോലെ ചട്നിയോ തക്കാളി ചട്നിയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം, സാമ്പാറിൻ്റെ കൂടെ ആയാലും കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടണമെന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. മാവ് ഞാൻ ഒരു തട്ടിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. ബാക്കി അതുപോലെ കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഓരോ തട്ട് പറക്കി വെച്ച് കൊടുത്ത് അടച്ച് ഒരു 10-12 മിനിറ്റോളം മതിയാവും. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ആവും കേട്ടോ. 10-12 മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുത്താൽ നമ്മുടെ അടിപൊളി ഗോതമ്പ് ഇഡ്ഡലി ഇവിടെ റെഡിയാണ്.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല അടിപൊളിയായിട്ട് വന്ന് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയും ഞാൻ അതുപോലെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ലപോലെ ഇളകി വരുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെയും തയ്യാറാക്കിയിട്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതെല്ലാം ഇതുപോലെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലി എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, കാണാനും നല്ല രസമാണ് കേട്ടോ. മല്ലിയില ഇച്ചിരി കൂടെ ഒന്ന് ചേർക്കുവാൻ ഒന്നുകൂടെ നല്ലതാണ്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.